അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, പൂരിയും പിന്നെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കറിയും. അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ എന്താണ് പാത്രമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൂരിക്ക് ആവശ്യമുള്ള മാവ് അതൊന്ന് 2.5 കപ്പ് നമ്മുടെ ഗോതമ്പ് പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളൊരു ബേസിനകത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ 1/2 കപ്പ് റവ ഇടുന്നുണ്ട്. നമുക്കൊരു എന്താ പറയുക, ഒരു ക്രിസ്പി ഫീൽ കിട്ടാൻ വേണ്ടി നമ്മൾ റവ ചേർക്കുന്നത്. അപ്പോൾ ഇനി ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഉപ്പ് ചേർത്ത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്, നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കൈവച്ച് തന്നെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം, കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തി പരുവല്ല, ചപ്പാത്തിയേക്കാൾ ഇച്ചിരി ടൈറ്റ് ആയിട്ട് നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോഴത്തേക്കുണ്ടല്ലോ കുറച്ച് മാവ് കുറച്ച് ടൈറ്റ് ആയിട്ട് ഇരുന്നാലുണ്ടല്ലോ ആ പൂരിയുടെ ഒരു പൊങ്ങി കുറച്ചൊരു വെള്ളം ഒഴിക്കാം. കുറേശ്ശെ ഒഴിച്ച് നമുക്കങ്ങ് ഇത് കുഴച്ചെടുക്കാം. ഇത് ഓരോ പൊടിക്കും ഓരോ അളവായിരിക്കും വെള്ളത്തിന്റെ വരുന്നത്. അത് കാരണം നമുക്ക് വെള്ളത്തിന്റെ അളവ് നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കുക മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം അതുപോലെ നമ്മളൊന്ന് നോക്കണം. കാര്യം നമ്മൾ ഇപ്പം വീട്ടിൽ തന്നെ നമ്മൾ പൊടിച്ചെടുക്കുന്ന ഗോതമ്പാണെങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല സംഭവം. ഓരോ ഗോതമ്പുണ്ടല്ലോ പല പല എന്താ പറയുക വെറൈറ്റി അനുസരിച്ചിട്ട് അതിനകത്ത് വെള്ളത്തിന്റെ കണ്ടന്റ് കുറവും കൂടുതലും ഒക്കെ വരും. പിന്നെ സീസണിന്റെ അനുസരിച്ചും ഒക്കെ കൂടുതലും കുറവും ഒക്കെ വരാം. അപ്പൊ അത് കാരണം നമ്മൾ പെയ്യെ കുഴച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് ഒരു മാർഗമുള്ളൂ. അപ്പൊ നമ്മുടെ മാവുണ്ടല്ലോ ഏകദേശം നല്ല രീതിയിൽ നമ്മൾ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാവേ. എണ്ണ നമ്മൾ ആദ്യം ഒഴിച്ചിട്ടില്ലായിരുന്നു. ചില ആൾക്കാർ നേരത്തെ ഒഴിക്കും. നമുക്ക് എന്തെങ്കിലും അധികം എണ്ണയുടെ ആവശ്യമില്ല ഈ പൂരി മാവ് കുഴയ്ക്കുമ്പോ തന്നെ. ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു ടീസ്പൂൺ മാത്രമാണ് എണ്ണ ഒഴിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ആ എണ്ണ കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. എന്നാലും ഉണ്ടല്ലോ നമുക്ക് നല്ല ലെയറല്ലല്ലോ ഇങ്ങനെ പൊങ്ങി വരുന്നത്. അപ്പൊ ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയത്ത് നമുക്ക് നമ്മുടെ കറി റെഡിയാക്കി എടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് ബാജി. അപ്പോൾ നമ്മുടെ കറി റെഡിയാക്കാനായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ നമ്മൾ കുക്കറിൽ നന്നായിട്ട് വേവിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത്. എന്നിട്ട് നമ്മൾ ചെറിയ പീസൊക്കെ ആക്കി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമ്മൾ നല്ല വൃത്തിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാലിവിടെ നമ്മളിപ്പോ ഒരു 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് ഉപയോഗിക്കാം. വലിപ്പം അതൊക്കെ നമ്മൾ നോക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ പാൻ വെച്ചു. നമ്മൾ കറി റെഡിയാക്കാനായിട്ടുള്ള എണ്ണ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ആദ്യം ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ജീരകം, അതായത് നമ്മുടെ നല്ല ജീരകം, അത് നമ്മളൊരു സ്വല്പം ഇട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നെ നമുക്ക് അല്പം കടുക് കൂടെ പൊട്ടിക്കണം. അപ്പോൾ നമ്മൾ കടുക് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊന്ന് പൊട്ടട്ടെ. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പൂരിയുടെ മാവ് കൂടെ നമുക്ക് മാവ് കുഴച്ച് വെച്ചിരിക്കുക. പക്ഷെ അതിന്റെ ബോളുകൾ നമ്മൾ പിടിച്ചിട്ടില്ല. അപ്പൊ അത് നമുക്ക് ഇതിന്റെ ബോള് റെഡിയാക്കി വെക്കാം. അപ്പൊ അതും കൂടെ സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേഗം നമ്മുടെ പൂരി റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് എത്ര വലുപ്പത്തിലുള്ള പൂരിയാണ് വേണ്ടിയത് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പൊ നമ്മൾ ഇനിയിപ്പോൾ അടുത്തായിട്ടെന്ന് വെച്ചാൽ നമ്മൾ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കറിവേപ്പില മാത്രമേ നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് നമുക്ക് അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കേണ്ടത് വെച്ചാൽ നമ്മുടെ സവോളയാണ്. അപ്പോൾ അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതാണ്, നമ്മൾ നീളത്തിലല്ലേ അരിഞ്ഞെടുത്തിരിക്കുന്നത്.
ഒരു സവോളയാണ്. ഒരു സവോള, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സവോള. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അധികം നമ്മളുണ്ടല്ലോ സാധാരണ നമ്മൾ കറികൾ വെക്കുമ്പോഴത്തേക്ക് ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആകുന്ന ആ ഒരു സ്റ്റേജില്ലേ, ആ സ്റ്റേജൊന്നും ആകണ്ട. ഇതിന്റെ ആ ഒരു പച്ച ഒരു ഇതുണ്ടല്ലോ അതിൻ്റെ ഒരു സംഭവം മാറി കിട്ടിയാൽ മതി. അത് വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെന്താ മതി. ജസ്റ്റ് ഒന്ന് വെന്തെടുക്കുക. വേണമെങ്കിൽ ഒരു സ്വല്പം ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ശകലം ഉപ്പ്. അപ്പോൾ നമ്മൾ മറ്റേ ഉരുളക്കിഴങ്ങ് വേവാൻ വെച്ചപ്പോഴത്തേക്ക് അതിന് ഉപ്പും ചേർത്താണ് നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ആ ഒരു ഇത് നമ്മളൊന്ന് കണ്ടേക്കണം മനസ്സിൽ. അപ്പോൾ എന്തുമാത്രം ഉപ്പ് നമുക്ക് വേണമെന്നനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ചേർക്കാം. അല്ലെങ്കിൽ ലാസ്റ്റിൽ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എക്സ്ട്രാ ചേർക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ പൂരിയുടെ ബോൾസ് എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ആ സമയത്തിന് തന്നെ നമുക്ക് നമ്മുടെ പൂരി റെഡിയാക്കാനുള്ള എണ്ണ ചൂടാക്കി ഇടും. അപ്പൊ നമ്മൾ അവിടെ ഒരു ടൈം വേസ്റ്റ് വരത്തില്ല. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ കറി റെഡിയാകും. അപ്പൊ നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, ഇപ്പം നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. കാര്യം ഇത് ഒരുപാട് നമ്മൾ ഗോൾഡൻ ബ്രൗൺ ഒന്നും ആക്കണ്ട. അപ്പോൾ അതിന് ശേഷം നമ്മൾ തീ ഒന്ന് സിമ്മിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇത് നമ്മൾ ഉരുളക്കിഴങ്ങിനും കൂടെ ആവശ്യമായിട്ടുള്ള മഞ്ഞപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു നുള്ളു കൂടുതൽ ചേർത്തോണം. കാര്യം നമുക്കൊരു കളറും കൂടെ വേണം നമ്മുടെ കറിക്ക്. കളറൊന്നും ചേർക്കുന്നില്ല, പക്ഷെ കാണാൻ ആ ഒരു മഞ്ഞ കളർ വരാൻ വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞപ്പൊടി കൂടുതൽ ഒരു 1/4 ടീസ്പൂൺ അത് മതി. അപ്പൊ നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ട് ചൂടാവാനായിട്ട്. നന്നായിട്ട് ചൂടായിട്ട് വേണം നമുക്ക് പൂരി പരത്തി തുടങ്ങാനായിട്ട്, അല്ലെങ്കിൽ പൂരി ആ എണ്ണ കുടിക്കും അതിൻ്റെ അകത്തോട്ട്. അപ്പൊ ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ സ്റ്റേജ് നോക്കണം, നമുക്ക് ഉരുളക്കിഴങ്ങിന് ഒക്കെ ഉപ്പും ഒക്കെ എത്രയുണ്ടെന്നൊക്കെ നോക്കണം. ഇതിപ്പോ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്ത സാധനമാണ്. അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ സാധനം. ഇത് ഉടച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി. അപ്പൊ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കണം ഉപ്പൊക്കെ എങ്ങനെയുണ്ട്, ആവശ്യത്തിനുണ്ടോ ഇല്ലയോ. അപ്പൊ ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പൊ നമ്മുടെ പൂരിയുടെ ബോൾസ് എല്ലാം നമുക്ക് പരത്തിയെടുക്കണം. അപ്പം സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പൊടിയല്ല നമ്മൾ ഇടുന്നത്, അതിന് പകരം എണ്ണ തന്നെയാണ്. നമ്മൾ ഏത് എണ്ണയിലാണോ നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത് ആ എണ്ണ തന്നെയാണ് തൂത്ത് ഇത് പരത്തേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ എടുത്തിരിക്കുന്ന എണ്ണ അങ്ങ് കരിഞ്ഞു പോകും പൊടി വീണിട്ട്. അപ്പം നമുക്കിത് നമ്മുടെ ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ നമുക്കിത് പരത്തിയെടുക്കാം. ഇത് ഒത്തിരി കട്ടി കുറച്ചല്ല നമ്മൾ പൂരിക്ക് പരത്തുന്നത്, അല്പം കട്ടിയിൽ തന്നെയാണ് പൂരിക്ക് പരത്തുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടാവണം. ആ ചൂടായ സമയത്ത് വേണം നമുക്ക് ഇതിനി ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ പൂരി ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണ ഉണ്ടല്ലോ അതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ആകുന്ന രീതിയിൽ നമ്മളൊന്ന് താത്ത് കൊടുക്കണം. അതെ, അപ്പോഴാണ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ബോളായിട്ട് ഷേപ്പിൽ വരത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇവിടെ നമ്മുടെ പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ പൂരിയുടെ ഒരു സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് ഓരോ സൈഡ് ആവുന്നതനുസരിച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ആദ്യത്തെ പൂരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, നമ്മുടെ മല്ലിയില നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മൾ അവസാനം ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന്, ചില ആൾക്കാർക്ക് മല്ലിയില ഇഷ്ടമല്ല, പക്ഷേ ഈ കറിക്ക് മല്ലിയിലയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. മല്ലിയിലയുടെ വളരെ നല്ലതായിരിക്കും. കാര്യം മല്ലിയിലയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഇങ്ങനെ കൂട്ടി ഇങ്ങോട്ട് വെക്കാം. അപ്പോൾ നമ്മൾ സ്റ്റൗ എല്ലാം ഓഫ് ചെയ്തു. കറിയും പൂരിയും വളരെ വേഗം തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പൂരി അവിടെ ഒരു സൈഡിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്.
ആ സമയത്ത് തന്നെ നമ്മുടെ കറി റെഡി. ഇനിയിപ്പോൾ നമുക്ക് ഇതാകുമ്പോഴല്ലോ നമ്മളിങ്ങനെ പൂരി ഇങ്ങനെ എണ്ണയിലൊന്നും ഇങ്ങനെ മുക്കി കൊടുക്കണം. അപ്പോൾ ഉണ്ടല്ലോ അത് നല്ല ബോളിൽ വരും കണ്ടോ. അങ്ങനെ ഇങ്ങനെ അപ്പോൾ അത് എടുക്കുമ്പോഴത്തേക്കിന് നമുക്ക് അടുത്തായിട്ട് കൊടുക്കാം. എല്ലാം നമുക്ക് മറ്റേ ഇതിൽ പറയുന്നത് ചടപടേ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നല്ല മുക്കി കൊടുക്കുന്ന അനുസരിച്ചുണ്ടല്ലോ അത് നല്ല ബോൾ ഷേപ്പിൽ വരും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, എണ്ണയൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കെയറായിട്ട് നിന്നിട്ട് വേണം ചെയ്യാനായിട്ട്. കാര്യം നല്ലപോലെ തിളച്ച് കിടക്കുന്ന എണ്ണയാണ്. അതന്നെ ഇടയ്ക്കൊന്ന് തീ കുറച്ചും കൂടെ കൊടുക്കണം. ഒത്തിരി മുഴുവൻ നേരം ഒരേ തീ ഫുൾ ഫ്ലെയിം വെച്ച് കഴിഞ്ഞാണല്ലോ അതിൻ്റെ ആവശ്യമില്ല. കാര്യം നമ്മൾ അങ്ങോട്ട് കിട്ടുന്ന സമയത്ത് കരിഞ്ഞു പോകും. അപ്പോൾ അതിന് പകരം നമുക്കിത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒന്ന് ഒരു രണ്ട് പൂരി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ തീ ഒന്ന് കുറച്ച് കൊടുക്കുക. വീണ്ടും അത് ഫ്ലെയിം കൂട്ടി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് കൂട്ടിയും കൊടുത്ത് കൂട്ടിയും കുറച്ചും ഒക്കെ വെച്ച് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ പൂരി തണുത്ത് പോകത്തുമില്ല. ഈ എണ്ണ പൂരി ഉണ്ടാക്കുന്ന എണ്ണ തണുത്ത് പോകത്തുമില്ല. നമുക്ക് നല്ല ബോളായിട്ട് ഒത്തിരി ചൂടാകത്തുമില്ല. ബോളായിട്ട് നമുക്ക് സംഭവം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കാനായിട്ട്. അതായത് അപ്പോൾ നമ്മുടെ പൂരിയും നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് സവോള എല്ലാം കൂടെ അരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നമുക്കൊന്ന് അറിയണ്ടേ. അപ്പോൾ നമുക്ക് കുറച്ച് പൂരി എടുത്തിട്ട് നമ്മുടെ കറിയും കൂടെ എടുക്കുക. അതിന് ശേഷം ഇങ്ങനെ കൂടെ എടുക്കുക. ഒരു അടിപൊളി ടേസ്റ്റ്. ഉപ്പെല്ലാം കറക്റ്റ്. നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റ് ആയിട്ടുണ്ട്. പൂരിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇതുപോലെ കറി ഒന്ന് റെഡിയാക്കി നോക്കിയാൽ പൂരിയൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി ഈ കറി ഒന്ന് റെഡിയാക്കിയോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമുക്ക് അടുത്ത പുതിയ റെസിപ്പി കൊണ്ടുവരണ്ടേ. അപ്പം നമുക്ക് നാളെ നല്ല അടിപൊളി വേറൊരു റെസിപ്പി ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലൊന്ന് ചാനലൊക്കെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കാര്യങ്ങളും എല്ലാം ഒന്ന് റെഡിയാക്കിക്കും. പിന്നെ ഈ കറി ഉണ്ടാക്കിയിട്ട് ഒന്ന് പറയണം. അപ്പം നമുക്ക് നാളെ കാണാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.